Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ. പരിപ്പും ചിരങ്ങയും ഇറച്ചി എല്ലാം കൂടി ഇട്ടിട്ട് നോക്കിയാലോ റെസിപ്പി. ഈ കറി ഞങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ഹിറ്റാണ്. മസാലയും ചിരങ്ങി ഇറച്ചിയൊക്കെ കൂട്ടിയിട്ട് റൈസിലിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് മമ്മിനോട് ചോദിക്കാം ഇതിൻ്റെ റെസിപ്പി. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കിലോ ഇറച്ചി. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കുറച്ച് വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ ക്യൂബ്സിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസ് സവാളയാണ്. അതിങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. 2 കറുത്ത ഏലക്ക, നിങ്ങളടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. 8-10 ഗ്രാമ്പൂ, 2 തക്കോലം, 10 ഏലക്ക, പച്ച ഏലക്ക, 2 പീസ് പട്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. കുക്കറിൽ ഇറച്ചിയും ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇറച്ചി വേവിച്ചെടുക്കാം. ഇറച്ചി ഒരു 90% കുക്ക് ചെയ്തെടുക്കാം. ബാക്കി 10% മസാല ഉണ്ടാക്കുമ്പോൾ കുക്കാവും. നിങ്ങൾ ഇറച്ചിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അടുത്ത ഇൻഗ്രീഡിയൻസ് 1 കപ്പ് കടലപ്പരിപ്പ്, 3/4 കപ്പ് മൈസൂർ പരിപ്പ്. ഇത് രണ്ടും 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് കുക്കറിലിട്ടിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. 4-5 വിസിൽ മതിയാവും. അവസാനമായിട്ട് മസാല ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തെടുത്തത്, 4 തക്കാളി ഇങ്ങനെ വലുതായി കട്ട് ചെയ്തെടുക്കാം, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1.5 ടീസ്പൂൺ കരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 4-5 പച്ചമുളകിൻ്റെ പേസ്റ്റ്. ഈ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്. പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിന ഇല, 1/2 കിലോ ചിരങ്ങ വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അവസാനമായിട്ട് 1/2 കപ്പ് പുളിവെള്ളം. കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഞാനത് പറയാൻ വിട്ടുപോയിരുന്നു. പിന്നെ സവാളയും ഇട്ട് കൊടുക്കാം. ഇനി സവാള ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. 7-8 മിനിറ്റ് മതി ഇത് ഗോൾഡൻ ബ്രൗൺ ആവാൻ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. സവാളൻ്റെ കളർ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കരിഞ്ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ 1 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം. കരിഞ്ജീരകം ഇട്ടാൽ നല്ലൊരു മണമാണ്. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒന്ന് ലോ ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തീ ലോ ആക്കാൻ എന്തായാലും മറക്കരുത്, മസാലപ്പൊടികൾ കരിയും. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. മസാല ഒന്നും കരിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. മസാല അടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും പുതിനയിലയും കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളി നന്നായി അലിയണ വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. വലിയ വലിയ പീസസ് ഇങ്ങനെ തക്കാളിൻ്റെ കാണുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉടച്ചു കൊടുക്കണം. തക്കാളിയൊക്കെ സ്മാഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി.
ഇനി ഈ മസാലയിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കണം. ഇറച്ചി 90% വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഇറച്ചിയെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇറച്ചിൻ്റെ വെള്ളം കളയരുത്. ഇത് പിന്നെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ആവശ്യമുണ്ട്. ഇനി ഇറച്ചിയെല്ലാം മസാലയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 5 മിനിറ്റോളം ഇതിങ്ങനെ വേവിച്ചെടുക്കാം. ഇത് നല്ല കളറാണ്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. മസാല ഇറച്ചിയൊക്കെ നന്നായി മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നാൽ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇറച്ചിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരങ്ങട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മസാലകൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പ് ഇടാനുള്ള സമയമായി. പരിപ്പ് നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി കഴിഞ്ഞാൽ നേരത്തെ എടുത്തു വെച്ച ഇറച്ചി വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇറച്ചി വേവിച്ച വെള്ളത്തിലും പരിപ്പിലൊക്കെ ഉപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1-1.5 കപ്പ് വെള്ളം ഇനിയും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം ചിരങ്ങ വേവണ വരെ വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ചിരങ്ങ എല്ലാം വെന്തിട്ടുണ്ടാവും ഇതുപോലെ. ഇനി ഒരു 1-2 മിനിറ്റ് ഇത് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അവസാനമായിട്ട് കറി ഒന്ന് താളിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്നിങ്ങനെ പെട്ടെന്ന് ഇളക്കി കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ദാൽ ഗോഷ് റെഡിയാണ്. കാണാൻ എന്ത് ലുക്കാണ്, നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ച മല്ലിച്ചേപ്പും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ശരിക്കും ജീര റൈസിൻ്റെ കൂടെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറായാലും കുഴപ്പമില്ല. ഇത് നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്, കുറച്ച് ഡിഫറെൻറ്റും അല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കാം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മെഹർസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.